Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iPadOS 15.5 ഒഫീഷ്യലി റിലീസ് ആയിട്ടുണ്ട്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 434 MB ഐപാഡ് M1 എയറിൽ വന്നിരിക്കുന്നത്. അത് പല ഡിവൈസിലും പല സൈസായിരിക്കും. ആ കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iOS 15.6 റിലീസ് ചെയ്യുന്നുണ്ട്, watchOS 8.7 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 15.6 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 12.5 റിലീസ് ചെയ്യുന്നുണ്ട്, അവസാനമായി HomePodOS 15.6 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ iPadOS 15.6 വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമ്മുടെ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നലെ സെറ്റിങ്സിലേക്ക് പോവുക, അവിടെ എബൌട്ട് സെക്ഷനിൽ പോയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 19G71 എന്ന്. അതായത് നമ്മുടെ ഐപാഡിൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പറാണ് ഈ വന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ചേഞ്ച് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ TV ആപ്ലിക്കേഷനിലാണ്. TV ആപ്ലിക്കേഷനിൽ വന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആപ്പിൾ TV ഉപയോഗിച്ചുകൊണ്ട് ലൈവ് ഗെയിം കാണുന്ന കുറേയധികം കൂട്ടുകാരുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിൽ കുറവാണെങ്കിലും പുറത്തൊക്കെ എല്ലാ കൂട്ടുകാരും ലൈവ് ഗെയിം നമ്മുടെ ആപ്പിൾ TVയിൽ കാണാറുണ്ട്. ലൈവായിട്ട് ബാസ്കറ്റ് ബോളും അതേപോലെ ബേസ്ബോളും ഫുട്ബോളും അതേപോലെ കുറേയധികം ഗെയിംസ് നമ്മുടെ ആപ്പിൾ TV കൂടെ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൾ TVയിൽ ലൈവായിട്ട് ഒരു ഗെയിം നടക്കുവാണെങ്കിൽ ആ ഒരു ഗെയിമിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പോസ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ റെസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെയിം സ്റ്റാറ്റസിൽ തന്നെയായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ലൈവ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പൊതുവേ ഒരു ലൈവ് ഗെയിം സ്റ്റോപ്പ് ചെയ്തതിനാൽ പിന്നീട് ആ ഒരു ഗെയിം എവിടെയാണ് നിൽക്കുന്നത് ആ ഒരു സമയം തൊട്ടായിരിക്കും നമ്മൾ റെസ്യൂം ചെയ്യുമ്പോൾ വരുന്നത്. പക്ഷേ ഇനി മുതൽ നമുക്ക് എവിടെ വെച്ച് പോസ് ചെയ്യുന്നോ അവിടെ വെച്ച് തന്നെ നമുക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാൻ പറ്റും, അതേപോലെ തന്നെ പ്രീവ്യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ നമ്മുടെ ആപ്പിൾ TVയിൽ പുതുതായിട്ട് വന്നതാണ്. പിന്നീട് വന്നിരിക്കുന്നത് നമ്മുടെ ഐപാഡിൻ്റെ ബഗ് ഫിക്സസ് ആണ്. ബഗ് ഫിക്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ ഐപാഡിൻ്റെ സ്റ്റോറേജിലാണ്. കാരണം കുറേയധികം കൂട്ടുകാർക്ക് നമ്മുടെ ഈ പറയുന്ന ഐപാഡിൻ്റെ സ്റ്റോറേജിൽ കുറേയധികം പ്രശ്നം ഉണ്ടായിരുന്നു. കുറേയധികം കൂട്ടുകാർക്കും ഐപാഡിൻ്റെ സ്റ്റോറേജ് കുറേയധികം ബാക്കിയുണ്ടായിട്ടും കംപ്ലീറ്റ് ആയ പോലെ തന്നെയാണ് കാണിച്ചുകൊണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ഈ ഒരു അപ്ഡേഷനിലൂടെ മാറ്റിയിട്ടുണ്ട് എന്നാണ് ആപ്പിൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ iPadOS നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 8.51 GB സിസ്റ്റം ഡാറ്റ നോക്കുമ്പോൾ 4.75 GB കാണിക്കുന്നത്. കുറേയധികം കൂട്ടർക്കും ഈ ഒരു സ്റ്റോറേജൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയ പോലെ തന്നെയാണ് കാണിച്ചതെന്ന് വെച്ചാൽ ആ ഒരു ബഗ്ഗും ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന മാറ്റമാണ് നമ്മുടെ ബ്രെയിൽ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഹിയറിംഗ് എയ്ഡ് പോലെയുള്ള കുറേ ആക്സസറീസ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ഹിയറിങ്ങും അതേപോലെ സ്ലോ ഡൗൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ടായിരുന്നു. ആ ഒരു ബഗ്ഗും നമ്മുടെ ഈ പറഞ്ഞ iPadOS 15.6 ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഏറ്റവും വലിയൊരു ഇഷ്യൂ ഉണ്ടായത് നമ്മുടെ iPad മിനിയിലും 6th ജനറേഷൻ ആയിട്ടുള്ള ഐപാഡിലൊക്കെ നമ്മുടെ USB-C ആക്സസറീസ് കുത്തുമ്പോഴും അതേപോലെ ചാർജ് ചെയ്യുമ്പോഴും ചാർജ് കയറുന്നുണ്ടായില്ല. അതേപോലെ USB-C ആക്സസറീസ് കുത്തുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതൊരു വലിയ ബഗ്ഗായിരുന്നു. ആ ഒരു ബഗ്ഗ് ഈ ഒരു അപ്ഡേഷനോടെ റിസോൾവ് ചെയ്തു എന്നാണ് ആപ്പിൾ പറയുന്നത്. പിന്നീട് നമ്മുടെ സഫാരിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പേജ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേജ് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സഫാരിയിൽ ഒന്നും കൂടെ പോയി തിരിച്ച് നമ്മൾ കയറുമ്പോൾ ആ ഒരു പേജ് ചിലപ്പോൾ ക്ലോസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പേജ് മാറി സെക്കൻഡറി ലാസ്റ്റ് പേജ് ആയിട്ടുണ്ടാവും. ആ ഒരു ബഗ്ഗും ഉണ്ടായിരുന്നു. ആ ഒരു ബഗ്ഗും ഈ പറയുന്ന 15.6 അവർ റിസോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത കാര്യം നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. സെക്യൂരിറ്റി അപ്ഡേറ്റിൽ നമ്മൾ iPadOS 15.6 നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ആപ്പിൾ അപ്ഡേറ്റ് സെക്യൂരിറ്റി വന്നിട്ടുണ്ട്, കുറേ ആപ്പിൾ ന്യൂറൽ എഞ്ചിനിൽ വന്നിട്ടുണ്ട്, അതേപോലെ കുറേ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓഡിയോയിൽ നമുക്കൊരു ചെറിയ സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് ഈ പറയുന്ന iPadOSലും iOSലും നമുക്ക് വന്നിട്ടുണ്ട്. പിന്നീട് ഈ പറയുന്ന 15.6 ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എൻ്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ എനിക്ക് ഈ പറയുന്ന iPadOS 15.6 ലഭിക്കുന്നുണ്ട്. വലിയ ഡ്രാഗോ അതേപോലെ തന്നെ ഒരു ഫ്രെയിം റേറ്റ് ഡ്രോപ്പോ എനിക്ക് തോന്നുന്നില്ല.
പിന്നെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം അത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് അപ്പം തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് കണക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ഈ ഒരു ബാറ്ററി പെർഫോമൻസ് അപ്പം തന്നെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി പെർസെൻറ്റേജ് നമുക്ക് ലഭിക്കത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നമ്മുടെ ഫോളോ അപ്പ് വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നീട് ഹീറ്റിംഗ് ഇഷ്യൂൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഈ ഒരു ഡിവൈസിൽ വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ ഇത്രയും നേരം വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരം ഉപയോഗിച്ചിട്ടും അതേപോലെ ഞാൻ ഈ ഒരു iOS 15.6 ഇൻസ്റ്റാൾ ചെയ്തിട്ടും എനിക്കൊരു ഹീറ്റായിട്ട് അല്ലെങ്കിൽ വലിയൊരു ചൂടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നീടും ഒരു ചൂട് എന്ന് പറയാൻ പറ്റുന്നത് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ്. അല്ലാത്ത ഒരു തരി ചൂട് എനിക്ക് ഈ ഒരു ഡിവൈസിന് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ഹീറ്റ് മാനേജ്മെൻറ്റ് ഈ ഒരു അപ്ഡേഷനിലൂടെ നമുക്ക് iPadൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iPadOS 15.6ൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവർക്കൊരു പുതിയ ഇൻഫർമേഷൻ തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതേപോലുള്ള അടിപൊളി ആപ്പിൾ റിലേറ്റഡ് അപ്ഡേറ്റ്സും ന്യൂസും അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അതോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി കാര്യം നിങ്ങൾ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയേണ്ട എല്ലാ ആപ്പിൾ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും അപ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് നമ്മുടെ ഈ പറയുന്ന ആപ്പിളിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ലഭിക്കണമെന്നാണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ നമ്മുടെ തൊട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. Go follow me in Instagram. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.